ക്ലാസ് പരിണാമത്തിന്റെ വഴികൾ. നമസ്കാരം കുട്ടികളെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജീനുകളെക്കുറിച്ചും പാരമ്പര്യത്തെക്കുറിച്ചുമൊക്കെയാണല്ലോ പഠിച്ചത്. ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് സ്വഭാവങ്ങൾ എങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലായി. എന്നാൽ കാലക്രമേണ ജീവിവർഗങ്ങൾക്ക് എങ്ങനെയാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്? എങ്ങനെയാണ് പുതിയ ജീവിവർഗങ്ങൾ ഉണ്ടാകുന്നത്? ഇതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പരിണാമം അഥവാ ഇവല്യൂഷൻ എന്ന വിഷയം. നമുക്കൊരു യഥാർത്ഥ സംഭവം കണ്ടുകൊണ്ട് ക്ലാസ് തുടങ്ങാം. 1966 നടന്ന ഒരു സംഭവകഥയാണ് ഇവിടെ പറയുന്നത്. കേസ് സ്റ്റഡി: ആന്റിബയോട്ടിക് പ്രതിരോധം. കടുത്ത ചുമയും കഫക്കെട്ടുമായി ഒരു യുവാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡോക്ടർക്ക് ക്ഷയരോഗമാണെന്ന് മനസ്സിലായി. ആഴ്ചകളോളം നീണ്ടുനിന്ന ആന്റിബയോട്ടിക് ചികിത്സയ്ക്ക് ശേഷം രോഗം ഭേദമായി. എന്നാൽ 2 മാസത്തിനു ശേഷം അതേ രോഗലക്ഷണങ്ങളോടെ അയാൾ വീണ്ടും ആശുപത്രിയിലായി. ഇത്തവണ മരുന്നുകൾ നൽകിയിട്ടും 10 ദിവസത്തിനു ശേഷം അദ്ദേഹം മരണപ്പെട്ടു. എന്താണിവിടെ സംഭവിച്ചത്? തുടർ പരിശോധനയിൽ രോഗം വീണ്ടും സജീവമായതിന് കാരണം ആന്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കുന്ന ക്ഷയരോഗാണുക്കളാണെന്ന് കണ്ടെത്തി. ഇവയെക്കുറിച്ചുള്ള പഠനത്തിൽ ഒരു പ്രത്യേക ജീനിന് സംഭവിച്ച മ്യൂട്ടേഷനാണ് ഈ ബാക്ടീരിയകൾക്ക് പ്രതിരോധശേഷി നൽകിയതെന്ന് മനസ്സിലാക്കി. മ്യൂട്ടേഷൻ സംഭവിച്ച ഈ ബാക്ടീരിയകളാണ് ആന്റിബയോട്ടിക്കുകൾ ഉണ്ടായിട്ടും പെരുകി രോഗമുണ്ടാക്കിയത്. ഇത്തരം ബാക്ടീരിയകൾക്ക് സൂപ്പർ ബഗുകൾ എന്നാണ് പറയുന്നത്. മ്യൂട്ടേഷനിലൂടെ ലഭിച്ച ഈ പ്രതിരോധശേഷി അടുത്ത തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. കാലക്രമേണ പലതരം മ്യൂട്ടേഷനുകളിലൂടെ സൂപ്പർ ബഗുകൾക്ക് ഒന്നിലധികം ആന്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കാനുള്ള ശേഷി ലഭിക്കുന്നു. ഇത് വൈദ്യശാസ്ത്രത്തിന് വലിയ വെല്ലുവിളിയാണ്. ഇതൊരു ചെറിയ ഉദാഹരണമാണ്. എങ്ങനെയാണ് ജീവികൾക്ക് പരിസ്ഥിതിയിലെ മാറ്റങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള ശേഷി ലഭിക്കുന്നതെന്ന് കാണിക്കുന്നതിന്. പരിണാമ സിദ്ധാന്തങ്ങൾ. പരിണാമത്തെക്കുറിച്ച് പല ശാസ്ത്രജ്ഞരും പല സിദ്ധാന്തങ്ങൾ മുന്നോട്ടുവച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 സിദ്ധാന്തങ്ങളാണ് ലാമാർക്കിസവും ഡാർവിനിസവും. ഒന്ന് ലാമാർക്കിസം. ഫ്രഞ്ച് ജീവശാസ്ത്രജ്ഞനായ ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്കാണ് ഈ ആശയം മുന്നോട്ടുവച്ചത്. അദ്ദേഹത്തിന്റെ സിദ്ധാന്തമനുസരിച്ച് ജീവികൾ ജീവിതകാലത്ത് നേടുന്ന സ്വഭാവങ്ങൾ, അതായത് സ്വയാർജിത സ്വഭാവങ്ങൾ, അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. ജിറാഫിന്റെ ഉദാഹരണം. ഭക്ഷണ ദൗർലഭ്യം കാരണം നീളം കുറഞ്ഞ കഴുത്തുള്ള ജിറാഫുകൾ ഉയരം കൂടിയ മരച്ചില്ലകളിലെ ഇലകൾ കഴിക്കാൻ കഴുത്ത് നീട്ടാൻ തുടങ്ങി. നിരന്തരമായ ഈ ഉപയോഗത്തിലൂടെ ജിറാഫുകളുടെ കഴുത്തിന് നീളം കൂടി. ഈ നീളം കൂടിയ കഴുത്ത് അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട് നീണ്ട കഴുത്തുള്ള ജിറാഫുകളുണ്ടായി. എന്നാൽ പിന്നീട് നടത്തിയ പഠനങ്ങളിൽ സ്വയാർജിത സ്വഭാവങ്ങൾ ജനിതക ഘടനയിൽ മാറ്റം വരുത്തില്ലെന്നും അതിനാൽ അവ പാരമ്പര്യമായി കൈമാറില്ലെന്നും തെളിയിച്ചു. എന്നിരുന്നാലും ലാമാർക്കിസം ഒരു ധാരണയാണെന്ന് മനസ്സിലാക്കി. 2. ഡാർവിനിസം. ഇംഗ്ലീഷ് പ്രകൃതിശാസ്ത്രജ്ഞനായ ചാൾസ് ഡാർവിനാണ് പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം, അതായത് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ എന്നത് മുന്നോട്ടുവച്ചത്. 1831 HMS ബീഗിൾ എന്ന കപ്പലിൽ നടത്തിയ 5 വർഷത്തെ യാത്രയാണ് അദ്ദേഹത്തിന്റെ പഠനങ്ങൾക്ക് അടിത്തറയിട്ടത്. ഈ യാത്രയിൽ അദ്ദേഹം ഗാലപ്പഗോസ് ദ്വീപുകളിലെ സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വൈവിധ്യം നിരീക്ഷിച്ചു. ഗാലപ്പഗോസ് ദ്വീപുകളിലെ കുരുവികൾ, അതായത് ഡാർവിൻസ് ഫിൻച്ചസ്. ഗാലപ്പഗോസ് ദ്വീപുകളിൽ 14ഓളം വ്യത്യസ്ത തരം കുരുവികളെ ഡാർവിൻ നിരീക്ഷിച്ചു. ഈ കുരുവികളുടെ കൊക്കിന്റെ ആകൃതിയിലും വലിപ്പത്തിലും വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ഓരോ കൊക്കിന്റെ ആകൃതിയും അത് കഴിക്കുന്ന ഭക്ഷണവുമായി ബന്ധപ്പെട്ടിരുന്നു. ഉദാഹരണത്തിന് വിത്തുതീനി കുരുവികൾ, അതായത് സീഡ് ഈറ്റിംഗ് ഫിൻച്ചസ്. കള്ളിമുൾച്ചെടി ഭക്ഷണമാക്കുന്നവ, അതായത് കാക്ടസ് ഫിൻച്ചസ്. ഇൻസെക്ട് ഈറ്റിംഗ് ഫിൻച്ചസ്, അതായത് പ്രാണികളെ ഭക്ഷണമാക്കുന്നവ. ഇങ്ങനെ പലതരം ഭക്ഷണം കഴിക്കുന്ന ജന്തുക്കളെയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. പരിസ്ഥിതിയിലെ ഭക്ഷണ ലഭ്യതയ്ക്കനുസരിച്ച് അനുയോജ്യമായ കൊക്കുള്ള കുരുവികൾ അതിജീവിച്ച് കൂടുതൽ സന്താനങ്ങളെ ഉൽപ്പാദിപ്പിച്ചു. പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തത്തിലെ പ്രധാന ആശയങ്ങളാണ് അമിതോൽപാദനം അഥവാ ഓവർ പ്രൊഡക്ഷൻ. ഒരു പരിസ്ഥിതിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ സന്താനങ്ങളെ ജീവികൾ ഉൽപ്പാദിപ്പിക്കുന്നു. 2. വ്യത്യാനങ്ങൾ അഥവാ വേരിയേഷൻസ്. ജീവികൾക്കിടയിൽ പലതരം വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. 3. മത്സരം, അതായത് സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. ഭക്ഷണം, സ്ഥലം, ഇണകൾ തുടങ്ങിയവയ്ക്കു വേണ്ടി ജീവികൾ തമ്മിൽ മത്സരിക്കുന്നു. 4. അർഹതയുടെ അതിജീവനം, അതായത് സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്. ഈ മത്സരത്തിൽ അനുകൂലമായ വ്യത്യാനങ്ങളുള്ള ജീവികൾ അതിജീവിക്കുന്നു. 5. പ്രകൃതി നിർദ്ധാരണം, അതായത് നാച്ചുറൽ സെലക്ഷൻ. പരിസ്ഥിതി അനുകൂലമായ വ്യത്യാനങ്ങളുള്ള ജീവികളെ തിരഞ്ഞെടുക്കുന്നു. ഈ വ്യത്യാനങ്ങൾ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും പുതിയ ജീവിവർഗങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു. ലാമാർക്കിസവും ഡാർവിനിസവും തമ്മിലുള്ള വ്യത്യാസം.
ലാമാർക്കിസം പരിസ്ഥിതിയിലെ മാറ്റങ്ങൾ കാരണം ജീവികൾക്ക് സ്വഭാവങ്ങൾ നേടാൻ കഴിയുന്നു. ഇത് അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. ലാമാർക്കിസം ഒരു ധാരണയാണെന്ന് മനസ്സിലാക്കി. 2. ഡാർവിനിസം. ജീവികൾക്ക് വ്യത്യസ്ത വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു. ഇതിൽ അനുകൂലമായ വ്യതിയാനങ്ങളുള്ളവയെ പരിസ്ഥിതി തിരഞ്ഞെടുക്കുന്നു. പരിണാമത്തിന് തെളിവുകൾ നൽകുന്ന ചില ശാസ്ത്രശാഖകൾ കൂടിയുണ്ട്. 1. തന്മാത്രാ ജീവശാസ്ത്രം, അതായത് മോളിക്യുലർ ബയോളജി. ജീവികളുടെ DNA, പ്രോട്ടീൻ എന്നിവ താരതമ്യം ചെയ്യുന്നത് അവയുടെ പരിണാമപരമായ ബന്ധം മനസ്സിലാക്കാൻ സഹായിക്കുന്നു. 2. ഫോസിൽ തെളിവുകൾ, അതായത് ഫോസിൽ എവിഡൻസ്. പുരാതന ജീവികളുടെ അവശിഷ്ടങ്ങളായ ഫോസിലുകൾ ജീവപരിണാമം ഒരു ക്രമാനുഗത പ്രക്രിയയാണെന്ന് തെളിയിക്കുന്നു. 3. ആന്തരഘടനയിലെ താരതമ്യം, അതായത് കമ്പാരറ്റീവ് അനാട്ടമി. വ്യത്യസ്ത ജീവികളുടെ ആന്തരിക ഘടനയിലുള്ള സമാനതകൾ അവയ്ക്കൊരു പൊതുപൂർവികനുണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു. ഉദാഹരണത്തിന് മനുഷ്യന്റെ കൈ, പൂച്ചയുടെ മുൻകാൽ, തിമിംഗലത്തിന്റെ ഫ്ലിപ്പർ, വവ്വാലിന്റെ ചിറക് എന്നിവയിലെ അസ്ഥികൾക്ക് സമാനമായ ഘടനയാണുള്ളത്. ഇത്രയുമാണ് ഈ പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം.